വെൽക്കം ബാക്ക് ടു ഐഡിയൽ ടെക് മാസ്റ്റർ. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, വേറൊന്നുമല്ല, നമ്മുടെ ഒരു ഫ്രൂട്ട് പിക്കറാണ്. അതായത് നമ്മുടെ ബോട്ടിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് സേഫ് ആയിട്ട് നമ്മുടെ ഫ്രൂട്ട്സുകളൊക്കെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടൂളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രൂട്ട് പിക്കർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും വലിയ സംഭവം ഒന്നുമല്ല, നമ്മുടെ തോട്ടി, അതായത് നമ്മുടെ മാങ്ങയൊക്കെ പറിക്കാൻ പറ്റുന്ന നമ്മുടെ തോട്ടി, അതായത് സേഫ് ആയിട്ട് പറിക്കാൻ പറ്റുന്ന ഒരു തോട്ടിയാണ്. അപ്പോൾ ഈ ഒരു തോട്ടി ഇതാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്നും പറയുന്ന പോലെ തന്നെ വീണ്ടും പറയുകയാണ്, നമ്മുടെ വീഡിയോസുകൾ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മാക്സിമം മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാനും കൂടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഒരുപാട് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മുടെ തോട്ടി ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് നമുക്ക് ഇതുപോലെ ഒരു 2 ലിറ്ററിൻ്റെ നമ്മുടെ കോളയുടെ ഒരു ബോട്ടിലാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു 1 ഇഞ്ചിൻ്റെ ചെറിയൊരു പീസ് പൈപ്പിൻ്റെ കഷ്ണം വേണം. പിന്നെ വേണ്ടത് ഒരു 2 മീറ്റർ നീളത്തിൽ നമുക്കൊരു 3/4 ഇഞ്ചിൻ്റെ പീസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട മെയിനായിട്ടൊരു സാധനം എന്ന് പറഞ്ഞാൽ ടങ്കീസാണ്. അതായത് ഇതുപോലെ നമുക്ക് പാക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്ന ടങ്കീസ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചൂണ്ടയുടെ കുളത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഇതിനകത്ത് ടങ്കീസ് മാത്രം മതി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ തോട്ടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ തോട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ ബോൾട്ടിൻ്റെ അടിഭാഗം നമ്മൾ ഏകദേശം ഒരു പകുതി കണ്ടിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ചാല് കറക്റ്റാക്കി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ മുറിച്ച ഭാഗത്തിൻ്റെ പകുതിയിലായിട്ട് നമ്മൾ ഇതുപോലെ ഒന്നുകൂടി കട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ബോൾട്ടിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതുപോലെ 2 പോർഷൻസ് നമുക്ക് ഇതുപോലെ ഓപ്പൺ ആക്കാൻ കഴിയും. അപ്പോൾ ഇനി നമ്മൾ ഈ മുറിച്ചെടുത്ത ഈ ഒരു പോർഷൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളിതുപോലെ ഒരു ഹോൾ ഇടുന്നുണ്ട്. അതായത് നമ്മുടെ ടങ്കീസ് നമുക്ക് കോർത്ത് കെട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ഈ 2 പോർഷനിൽ നമ്മളിതുപോലെ ഹോൾട്ട് കൊടുക്കണം. അതേപോലെ തന്നെ നമ്മുടെ ബോൾട്ടിൻ്റെ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. അതായത് ഹോളുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ മേളിലിട്ട ഹോളിൻ്റെ അതേ ലൈനിൽ തന്നെ ആയിരിക്കണം അടിയിലത്തെ ഹോളും വരണ്ടേ. അപ്പോൾ ഏകദേശം നമ്മൾ 2 ഹോളുകൾ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മുടെ ടങ്കീസ് നമ്മൾ ഇതിനുള്ളിൽ കൂടെ കോർത്ത് കെട്ടാൻ പോവാണ്. അപ്പോൾ നമ്മൾ ടങ്കീസ് കോർത്തതിന് ശേഷം നമ്മുടെ അറ്റത്ത് നമ്മൾ ഇതുപോലെ ചെറിയൊരു കെട്ടിട്ട് നമ്മൾ ലോക്ക് ചെയ്യുക. അതായത് നമ്മുടെ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ടങ്കീസ് പുറത്തേക്ക് പോരാത്ത രീതിയിൽ. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 ടങ്കീസ് നമ്മൾ കോർത്തെടുക്കണം. അപ്പോൾ മുകളിൽ കെട്ടിയതിന് ശേഷം നമ്മുടെ ടങ്കീസിൻ്റെ മറ്റേ അറ്റം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അടിയിലിട്ടിരിക്കുന്ന ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തതിന് ശേഷം നമ്മുടെ കുപ്പിയുടെ മൗത്തിലൂടെ, അതായത് ഈ ഒരു മൗത്തിലൂടെ നമുക്ക് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ടാമത്തെ ടങ്കീസ് നമ്മൾ ഇതുപോലെ വലിച്ചെടുക്കണം. അപ്പോൾ ഇനി നമ്മൾ ടങ്കീസിൽ പിടിച്ച് നമുക്കിതിങ്ങനെ വലിക്കുമ്പോൾ നമ്മളെ കട്ട് ചെയ്ത ഭാഗം നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഓപ്പണായി വരുന്ന കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ 3/4 ഇഞ്ചിൻ്റെ പൈപ്പ് നമ്മുടെ ബോട്ടിലിൻ്റെ ഈ മൗത്തുമായിട്ട് നമുക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു സോക്കറ്റ് അടിച്ചുണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ പൈപ്പിൻ്റെ എൻഡിലായിട്ട് നമ്മൾ ഇതുപോലെ ഒരു സോക്കറ്റ് അടിച്ചു വെച്ചിട്ടുണ്ട്, അതായത് നമ്മുടെ കുപ്പിയിലേക്ക് കയറുന്ന രീതിയിൽ. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ടങ്കീസ് നമ്മുടെ ഈ പൈപ്പിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഇതുപോലെ ഉള്ളിലേക്ക് കോർത്ത് വെക്കണം. അതിനുശേഷം നമ്മുടെ പൈപ്പിലേക്ക് നമ്മുടെ ബോട്ടിൽ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മളിതുപോലെ കയറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സോക്കറ്റ് അടിച്ച ഈ ഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പൈപ്പ് കുപ്പിയിൽ നിന്ന് ഊരി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതുപോലെ ഒരു ആണി ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിവിടെ ലോക്ക് ചെയ്യാൻ പോകണം. അതായത് ഈ ഹോളിൻ്റെ ഉള്ളിലൂടെ ഇത് നമ്മൾ ഇറക്കിയതിന് ശേഷം നമ്മൾ ഒരു പ്ലെയർ ഉപയോഗിച്ചിട്ട് ഇത് ലോക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തെ വർക്ക് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ അടിഭാഗത്താണ്. അതായത് നമ്മുടെ പൈപ്പിൻ്റെ അടിയിൽ, അതായത് അടിയിൽ നിന്ന് ഏകദേശം ഒരു അടി മാറിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഹോൾ ഇടണം. എന്നിട്ട് നമുക്ക് അവിടെ ഒരു പൈപ്പ് കയറ്റിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ലോക്ക് കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ ഒരു അടി മുകളിലായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ടങ്കീസ് നമ്മൾ ഈ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ മെല്ലെ പുറത്തേക്ക് എടുക്കണം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ 1 ഇഞ്ചിൻ്റെ പൈപ്പിൽ നമ്മൾ ഇതുപോലെ ഒരു ഹോൾ ഇട്ടെടുക്കണം. അതിനുശേഷം നമ്മൾ ടങ്കീസ് എടുത്തിട്ട് ഈ 1 ഇഞ്ച് പൈപ്പിൻ്റെ ഹോളിൻ്റെ ഉള്ളിൽ നിന്ന് ഏകദേശം ഇതുപോലെ നമ്മൾ വീഡിയോ കാണുന്ന പോലെ നമ്മൾ കോർത്തെടുക്കണം. അതിനുശേഷം നമ്മുടെ 1 ഇഞ്ചിൻ്റെ പൈപ്പ് 3/4 ഇഞ്ചിൻ്റെ പൈപ്പിലേക്ക് നമ്മൾ ഇതുപോലെ കയറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ ഈ അധികമുള്ള ടങ്കീസ് നമ്മൾ ഒരു ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതിനുശേഷം നമ്മൾ ഇതുപോലൊരു വാഷറോ ബട്ടൺസോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ ഈ ടങ്കീസ് നമ്മൾ ഇവിടെ വെച്ചിട്ട് ഈ ഹോളിൻ്റെ ഇവിടെ വെച്ചിട്ട് നമ്മളിത് ലോക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ടങ്കീസ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഈ 1 ഇഞ്ചിൻ്റെ പൈപ്പ് നമ്മൾ ഇതുപോലെ കൈ ഓടിച്ച് ബാക്കോട്ട് വലിക്കുമ്പോൾ നമ്മുടെ കുപ്പിയുടെ വായ്ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത പീസ് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആകുന്ന കാണാം. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് പിക്കറിൻ്റെ വർക്ക് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്.
അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് നമ്മുടെ ഫ്രൂട്ട് പിക്കർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് നമുക്ക് ഇനി അറിയേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ പൈപ്പിൽ പിടിച്ച് നമ്മളിത് ഇതുപോലെ ബാക്കോട്ട് വലിക്കുമ്പോൾ നമ്മുടെ ഫ്രൂട്ട് പിക്കറിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ കട്ട് ചെയ്ത പീസ് നമുക്ക് ഓപ്പൺ ആവും. അപ്പോൾ ഈ ഒരു ഓപ്പൺ ആവുന്ന ഇതിൽ കൂടി ആയിരിക്കും നമ്മൾ എന്താണോ പറിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഫ്രൂട്ട് നമ്മളെ ട്രാപ്പിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് നമ്മുടെ ബോട്ടിൻ്റെ ഉള്ളിലായി കഴിഞ്ഞാൽ നമ്മൾ വലിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഈ പൈപ്പ് നമ്മൾ വിടുന്നതോട് കൂടിയിട്ട് നമ്മുടെ ബോട്ടിൻ്റെ ഡോർ നമുക്ക് ക്ലോസ് ആവുന്നു. അതിനുശേഷമാണ് നമ്മളിത് വലിക്കുമ്പോൾ നമ്മുടെ ഫ്രൂട്ട് നമ്മുടെ ബോട്ടിലിൻ്റെ ഉള്ളിൽ കുടുങ്ങുകയാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ പറഞ്ഞ് തെറിയിപ്പിക്കുന്നില്ല, നമുക്കിത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ മാംഗോ നമ്മൾ പറിച്ചിരിക്കുകയാണ്. അതായത് താഴെ പോകാതെ ഒരു കേടും കൂടാതെ നമ്മുടെ ബോട്ടിൻ്റെ ഉള്ളിൽ നമ്മുടെ മാംഗോ സേഫ് ആയിട്ട് നമ്മൾ പറിച്ചെടുത്തിരിക്കുകയാണ്. ഡിസൈൻ ചെയ്തപ്പോൾ നമ്മൾ ഒരു കാര്യത്ത് ആഡ് ചെയ്ത് നമ്മൾ പറയാൻ വിട്ടുപോയി. അതായത് നമ്മൾ ഈ ബോട്ടിൽ കട്ട് ചെയ്തതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളൊരു 3 ഗ്രൂ ഇട്ടിട്ടുണ്ട്. അതായത് നമ്മൾ പറിക്കുന്ന ഫ്രൂട്ട് ഒരിക്കലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സ്ലിപ്പായി പുറത്തേക്ക് പോകാതിരിക്കാം. 100% നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രൂ ഇട്ടിരിക്കുന്നത്. ഇതിനെയോ ഫ്രൂട്ട് പിക്കറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശിച്ച് ഞങ്ങളൊന്ന് എഴുതി അറിയിക്കാൻ കൂടി ശ്രമിക്കുക. അതുപോലെ നമ്മുടെ വീഡിയോസ് മാക്സിമം മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും കൂടി ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതോടെ വരെ ഗുഡ് ബൈ.